നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. മകരം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ നിർണായകമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റവും അവയുടെ ശുഭാശുഭ സ്ഥാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി നോക്കാം. മകരം രാശിയുടെ അധിപൻ ശനിയാണ്. ശനി നിങ്ങളുടെ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 2-ാം ഭാവത്തിൽ രാഹുവും, 6-ാം ഭാവത്തിൽ ചൊവ്വയും, 7-ാം ഭാവത്തിൽ വ്യാഴവും, 8-ാം ഭാവത്തിൽ സൂര്യൻ, കേതു, ബുധൻ എന്നിവരും 9-ാം ഭാവത്തിൽ ശുക്രനുമാണ് നിൽക്കുന്നത്. മകരം രാശിക്കാരുടെ അധിപനായ ശനി 3-ാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത്. 3-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ദോഷകരമല്ല. വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ 2-ാം ഭാവത്തിന്റെ ഗുണഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. 5-ാം ഭാവത്തിലെ ശുക്രന്റെ സാന്നിധ്യവും ആരോഗ്യത്തിന് ഗുണകരമാണ്. 8-ാം ഭാവത്തിലുള്ള ബുധൻ സെപ്റ്റംബർ 7 9-ാം ഭാവത്തിലേക്ക് മാറും. അതിനാൽ സെപ്റ്റംബർ 7 വരെയുള്ള ദിവസങ്ങളിൽ ചർമ്മ സംബന്ധമായ അലർജികൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുകൂടാതെ ഇടയ്ക്കിടെ അനുഭവപ്പെടുന്ന ചെറിയ തലവേദന, വലത് തോളിന്റെ ഭാഗങ്ങളിലെ പേശിവേദന, ഞരമ്പുകളിലെ ചെറിയ അസ്വസ്ഥതകൾ എന്നിവയുണ്ടാകാം. എങ്കിലും ഇവയൊന്നും വലിയ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കുകയില്ല. മൊത്തത്തിൽ നോക്കിയാൽ ആരോഗ്യം തൃപ്തികരമായി തുടരും. 10-ാം ഭാവത്തിൽ ശുക്രൻ സൃഷ്ടിക്കുന്ന മാളവ്യരാജയോഗം കാരണം മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം ലഭിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. വിദ്യാഭ്യാസ കാര്യങ്ങൾ പരിശോധിക്കുന്നത് 5-ാം ഭാവം വഴിയാണ്. 5-ാം ഭാവത്തിന്റെ നാഥനായ ശുക്രൻ സെപ്റ്റംബർ 3 10-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ പഞ്ചമഹാപുരുഷ രാജയോഗം രൂപപ്പെടുകയും ചെയ്യും. ഇതിന്റെ ഫലമായി സെപ്റ്റംബർ 3 മുതൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വലിയ പുരോഗതി നേടാനും സാധിക്കും. ഉപരിപഠനത്തിനോ മറ്റു കോഴ്സുകൾക്കോ ആയി എന്തെങ്കിലും പുതിയ പ്ലാനുകൾ മനസ്സിലുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. അറിവിന്റെ കാരകനായ വ്യാഴം 1-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും ബുദ്ധിയുടെ കാരകനായ ബുധൻ സെപ്റ്റംബർ 7 9-ാം ഭാവത്തിലേക്ക് എത്തുന്നതും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രത്യേക കോച്ചിങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്കും മികച്ച ഫലങ്ങൾ നേടാനാകും. ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന 7-ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. മകരം രാശിക്കാർക്കിടയിൽ ചെറിയ തോതിലുള്ള ആശയ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ളതിനാൽ ഈ മാസം ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും. കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യാനോ, കുട്ടികളെ കുറിച്ചുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കാനോ, ഭാവിയിലേക്കുള്ള പ്ലാനുകൾ തയ്യാറാക്കാനോ ഉള്ള അനുകൂലമായ സമയമാണിത്. 7-ാം ഭാവത്തിന്റെ നാഥൻ ചന്ദ്രനായതുകൊണ്ട് പങ്കാളിക്ക് ഇടയ്ക്കിടെ മാനസികാവസ്ഥയിൽ വ്യതിയാനങ്ങൾ വരാം. പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോകുന്ന സ്വഭാവവും കണ്ടേക്കാം. എന്നാൽ വ്യാഴത്തിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് വലിയ തർക്കങ്ങളില്ലാതെ ദാമ്പത്യം സുഗമമായി മുന്നോട്ടു പോകും. വിവാഹം ആലോചിക്കുന്ന മകരം രാശിക്കാർക്ക് നല്ല ആലോചനകൾ വരാനും വിവാഹം ഉറപ്പിക്കാനും മികച്ച സാധ്യതയുണ്ട്. ഭാഗ്യത്തെ 9-ാം ഭാവം കൊണ്ടും തൊഴിലിനെ 10-ാം ഭാവം കൊണ്ടുമാണ് വിലയിരുത്തുന്നത്. 9-ാം ഭാവത്തിന്റെ അധിപനായ ബുധൻ സെപ്റ്റംബർ 7 9-ാം ഭാവത്തിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുകയാണ്. വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ സവിശേഷ ഗ്രഹനില കാരണം സെപ്റ്റംബർ 7 ശേഷം ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ദൂരയാത്രകൾക്കും പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾക്കും ഈ സമയം പ്രയോജനപ്പെടുത്താം. കരിയറിൽ ശുക്രന്റെ മാളവ്യ രാജയോഗം രൂപപ്പെടുന്നതിനാൽ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കാനും അവസരങ്ങളൊരുങ്ങും. ധനകാരകനായ വ്യാഴം 11-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സാമ്പത്തിക നേട്ടങ്ങളും വർദ്ധിക്കും. ജോലിയിൽ സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ഉത്തരവ് ലഭിക്കും. എങ്കിലും ഓഫീസിലെ ആഭ്യന്തര തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ് ചെയ്യുന്നവർക്കും സെപ്റ്റംബർ 7 കഴിഞ്ഞാൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും. ശനീശ്വര സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. നിത്യവും ഹനുമാനെ ഭജിക്കുക. ദിവസവും ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മകരം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.
വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.